ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, അപ്പൊ ഇതും ഒരു വേക്കൻസി നോട്ടിഫിക്കേഷൻ ആണ്. അസിസ്റ്റന്റ് പ്രൊഫസറുടെ ഒരു വേക്കൻസി നോട്ടിഫിക്കേഷൻ ആണ്. അതിനു മുമ്പ് ആദ്യമായി പറഞ്ഞോട്ടെ, ഈ വീഡിയോ ആദ്യമായിട്ട് കയ്യിലെത്തുന്നവര് ഇൻട്രസ്റ്റ് ഉണ്ടായാൽ, ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ഇതിന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, താല്പര്യമുള്ളവർ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. KVS-ന്റെയും NVS, EMRS, അതുപോലെ തന്നെ LPUP ലോങ് ടേം, അതുപോലെ തന്നെ ഫിഷറീസ് അസിസ്റ്റന്റ് പോസ്റ്റ്, CTET, KTET എന്നീ പോസ്റ്റുകളിലേക്ക് മീൻസ് പഠിക്കുവാൻ താല്പര്യപ്പെടുന്നവർ, അഡ്മിഷൻ എടുക്കുവാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ 7736750473 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ കുറെ പേര് കുറെ അപ്ഡേറ്റ്സുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് ഇതിന്റെ ബാക്കിൽ നിന്ന് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. KVS-നെ കുറിച്ചും മറ്റുള്ള കുറെ കാര്യങ്ങൾ, 1 ഇയർ ബീഡിനെ പറ്റിയുള്ള കുറച്ച് സംശയങ്ങൾ, ഓക്കെ, അതുപോലെ തന്നെ KTET എക്സാമിനെ കുറിച്ചുള്ള കുറച്ച് ഡൗട്ട്സുകൾ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വിളിക്കാൻ പോകുന്ന DSSB ഡൽഹി സബോർഡിനേറ്റ് സെലക്ഷൻ ബോർഡിന്റെ TGT, അതുപോലെ തന്നെ PRT ഉടനെ വിളിക്കാൻ പോകുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ, കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പം തുടർന്നും നിങ്ങൾക്ക് ഈ ചാനൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള അപ്ഡേറ്റ്സുകൾ ഉടൻ തന്നെ ഈ ചാനലിൽ അപ് ടു ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റ്, ഓക്കെ, SLC യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ഗവൺമെന്റ് വേക്കൻസീസ് ആണ്. ഓക്കെ, നിങ്ങൾ ഈ കോളേജിനെ പറ്റി കേട്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഡൽഹിയാണ് ശ്യാംലാൽ കോളേജ് ഫോർ ഈവനിങ് സെഷനിലേക്ക്. ഇതിന്റെ യഥാർത്ഥ വെബ്സൈറ്റ് ഇതിൽ അപ്ഡേറ്റ് ആയിട്ട് വരുന്നില്ല. ഓക്കെ, കുറച്ച് മുമ്പ് വരെ ഉണ്ടായിരുന്നു, ഇപ്പൊ കിട്ടുന്നില്ല. അത് ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കറങ്ങി നിൽക്കുന്നത്. ഇതാണ് യഥാർത്ഥ, അതായത് shyamlale.duac.in എന്ന് കൊടുക്കപ്പെടുന്നത് കിട്ടും. ഓക്കെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഇത് അവർ അനദർ പോർഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെയാണ് മീൻസ് ഈ വേക്കൻസീസ് വിളിച്ചിട്ടുള്ളത്. ആ വേക്കൻസീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഓക്കെ, താല്പര്യമുള്ളവർക്ക് അത് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുകയും ചെയ്യാം. അപ്പൊ നമുക്ക് ആ വേക്കൻസി നോട്ടിഫിക്കേഷനിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് ആ വേക്കൻസി നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ശ്യാംലാൽ കോളേജ് ഈവനിങ്, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി. ഓക്കെ, ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ആപ്ലിക്കേഷൻ ഫോം. വെബ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രം എലിജിബിൾ കാൻഡിഡേറ്റ്സ് ഫോർ permanent appointment to the post of assistant professor in various subjects or departments of the college in the academic pay level 10. അതായത് 57,700 to 1,82,400 7th സെൻട്രൽ പേ കമ്മീഷൻ. അപ്പൊ നമ്മുടെ കയ്യിൽ തുടക്കത്തിൽ ഹാൻഡ് സാലറി ആയിട്ട് ഒരു 90,000 എബോ 1 lakh നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കമ്മീഷൻ പേ മാട്രിക്സ് ഇൻ അഡീഷൻ ടു അതർ usual allowances as admissible under the rules of University of Delhi from time to time. The last date of recipient application 6/9/2025 ആണ് കേട്ടോ. സെപ്റ്റംബർ മാസം 6-ാം തീയതിയാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് വിസിറ്റ് കോളേജ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ shyamlale.du.ac.in. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ആണ് ഇപ്പൊ ഞാൻ തുറന്ന് കാണിച്ചത്, www.du.ac.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇത് കണ്ടെത്താവുന്നതാണ്. ഈ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ദ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ക്വാളിഫിക്കേഷൻസ്, പബ്ലിക്കേഷൻസ്, എക്സ്പീരിയൻസ്, സ്ക്രീനിംഗ് ഗൈഡ്ലൈൻസ് ആൻഡ് indicative performer etc. are available on the university website and the college website along with the advertisement. The appointment are required to read these details before the filling of the forms. നിങ്ങൾ നോക്കിയിട്ട് ഇതൊക്കെ നോക്കിയ ശേഷം അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് 11/8/2025 ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം വേക്കൻസീസ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊമേഴ്സിന് 21 വേക്കൻസീസ് ഉണ്ട്, അൺറിസർവ്ഡ് 8, ബാക്ക്ലോഗ് 1 ഉണ്ടായിരുന്നു കഴിച്ചു, OBC 6, SC 3, ST 2, EWS 1, PWBD 1. കമ്പ്യൂട്ടർ സയൻസ് 6 വേക്കൻസീസ്, 8 അൺറിസർവ്ഡ്, 2 OBC, 1 SC. എക്കണോമിക്സ് 7, 2 അൺറിസർവ്ഡ്, 1 OBC, 1 SC. ഇംഗ്ലീഷ് 6, അൺറിസർവ്ഡ് 4, OBC 1, 1 PWBD ആണ്, വിഷ്വലി ഇംപെയർഡ് ആണ്. ഹിന്ദി 7 ആണ്, അൺറിസർവ്ഡ് 3, OBC 2, EWS 2. ഹിസ്റ്ററി 3 വേക്കൻസി, 1 അൺറിസർവ്ഡ് ഉള്ളൂ, 1 SC, 1 ST. മാത്തമാറ്റിക്സ് 3 1 OBC, 1 SC, 1 EWS.
പൊളിറ്റിക്കൽ സയൻസ് ഒരെണ്ണം, ഓക്കെ, അത് OBC ആണ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഒരെണ്ണമാണ്, അത് അൺറിസർവ്ഡ് ആണ്. എൻവയോൺമെന്റൽ സ്റ്റഡീസ് 2 എണ്ണമാണ്, ഒരെണ്ണം OBC, 1 SC ആണ്. കഴിഞ്ഞ ബാക്ക്ലോഗ് ആണ് ഒരെണ്ണം എന്ന് പറയുന്നത്. അപ്പൊ മൊത്തം 57 വേക്കൻസിയിലേക്കാണ് അസിസ്റ്റന്റ് പ്രൊഫസറെ വിളിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കൊമേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ ഇതിൽ കാര്യം പരിശോധിക്കേണ്ടത്, നോക്കേണ്ടത്, ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും എല്ലാം ഈ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ www.du.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റിലോ അല്ലെങ്കിൽ www.shamlale.du.ac.in എന്ന വെബ്സൈറ്റിലോ കയറിയിട്ട് നിങ്ങൾക്ക് ഇത് പരിശോധിക്കാവുന്നതാണ്. ബേസിക് ക്വാളിഫിക്കേഷൻ PG പ്ലസ് 55% മാർക്ക് പ്ലസ് നെറ്റ് ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ. നെറ്റ് ഇല്ലാത്തവർക്കും ഡയറക്റ്റ് PhD എടുത്തവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളും എല്ലാം ഇവിടുത്തെ ഈ സൈറ്റിൽ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഞാൻ കാണിച്ചു തന്നപോലെ തന്നെ ഇതിൽ നിന്ന് കയറിയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പം ആ ഒരു സൈറ്റ് നിങ്ങൾക്കത് കാണിച്ചു തരാത്തതിന്റെ ഇഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റ് അപ്ഡേറ്റ് ആവുന്നില്ല. കുറച്ച് സമയമായിട്ട് അതിൽ എന്തോ ഒരു ഇത് കാണിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾക്ക് അനൗൺസ്മെന്റിൽ കാണിക്കുന്നുണ്ട്, ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെയാണ് പ്രൊവിഷൻസ്, കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും താല്പര്യമുള്ളവര്, കൊമേഴ്സ് ഒക്കെ പഠിച്ചവര്, ധാരാളം വേക്കൻസീസ് ഉണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ഹിന്ദി, ഇതിനൊക്കെയാണ് ധാരാളം വേക്കൻസീസ് കിടക്കുന്നത്. മൊത്തം 57 വേക്കൻസീസ്. അൺറിസർവ്ഡ് 22, OBC 15, SC 8, ST 3, EWS 6, PWBD 3 വേക്കൻസീസ്. ഓക്കെ, അങ്ങനെ ടോട്ടൽ ആയിട്ട് 57 വേക്കൻസീസ് ആണ് നിലവിലുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സൈറ്റ് നോക്കിയിട്ട് അതിന്റെ പെർഫോമിംഗ് ആപ്ലിക്കേഷൻ ഫോംസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത് അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒന്നുകൂടി ഞാൻ പറയുന്നു, 6/9/2025 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ എനിവേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിലൂടെ അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോ ചോദിക്കുക. അതോടൊപ്പം തന്നെ അഡ്മിഷൻ എടുക്കാനുള്ളവരുടെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുകയും ചെയ്യുക. നമ്മുടെ ഏകദേശം നാളെ മുതൽ നമ്മുടെ റെഗുലർ ക്ലാസ്സുകളെല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.